Hello friends, Crafty Company Malayalamത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതുപോലുള്ള ഒരു A4 ഷീറ്റിനെ എങ്ങനെ ഒരു 100 വർഷം പഴക്കം തോന്നിക്കുന്ന ഒരു മാപ്പാക്കി മാറ്റാം എന്നതാണ്. അതിനായിട്ട് ഇതുപോലെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ ഇഷ്ടം പോലെ പഴയ മാപ്പിന്റെ ചിത്രങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെ കിട്ടുന്ന ഒരു ചിത്രം ഈ A4 ഷീറ്റിലേക്ക് ഒന്ന് വരച്ചു കൊടുക്കുക എന്നതാണ്. അപ്പോൾ A4 ഷീറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് പേപ്പർ ആയാലും പ്രശ്നമില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇതുപോലെ ഒരു മാപ്പിൻ്റെ ചിത്രമൊക്കെ ഏകദേശം വരച്ചിട്ടുണ്ട്. ഇതുപോലെ കോമ്പസിൻ്റെ ചിത്രങ്ങളൊക്കെ വരയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒറിജിനാലിറ്റി തോന്നിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതുപോലെ ഒരു പാത്രം എടുക്കുക. ചായയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാത്രമാണിത്. അതിനുശേഷം അതിലേക്ക് 3/4 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടീസ്പൂണ് ചായപ്പൊടി ഇട്ട് കൊടുക്കാം, അതായത് തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം. ചായപ്പൊടി പകരം വേണമെങ്കിൽ കാപ്പിപ്പൊടി ഉപയോഗിക്കാം. അതിനുശേഷം അതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ തിളപ്പിച്ച വെള്ളം മാത്രം നമ്മുടെ മാപ്പിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വെള്ളം മാത്രമേ അതിലേക്ക് ഒഴിക്കാവൂ. അതിൻ്റെ ആ തേയിലപ്പൊടി അതിലേക്ക് വീഴാൻ പാടില്ല. കുറച്ച് വലിയ ട്രേ ഒക്കെയാണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് ഉപകാരപ്രദമായിരിക്കും. കാരണം ഇപ്പോൾ ഇവിടെ ഒഴിച്ചിട്ടുള്ള ഈ വെള്ളം ഉണ്ടല്ലോ, അത് ഈ പേപ്പറിൻ്റെ എല്ലാ ഭാഗത്തും എത്തേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വലിയ ട്രേ ഒക്കെ ആണെങ്കിൽ ഈ പേപ്പർ ശരിക്കും മുങ്ങി നിൽക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ചെറിയ പേപ്പർ ആയതുകൊണ്ട് ഇതുപോലെ എല്ലാ വശവും ഒന്ന് ആ വെള്ളത്തിൽ മുക്കിയെടുക്കുന്നു. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ ചെയ്യുന്നത് ഇതുപോലെ ഒരു ഉണങ്ങിയ ട്രേയിലേക്ക് ആ വെള്ളത്തിൽ മുക്കിയ പേപ്പർ മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഇതുപോലെ മറ്റൊരു പാത്രത്തിൽ 1 ടീസ്പൂൺ തേയിലപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1-2 തുള്ളി സാധാരണ വെള്ളം ഞാൻ ഒഴിക്കുന്നു. പച്ചവെള്ളമായാലും പ്രശ്നമില്ല, ചൂടുവെള്ളമായാലും പ്രശ്നമില്ല. അതിനുശേഷം അതൊരു പേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷം ഇതുപോലെ നമ്മുടെ മാപ്പിൻ്റെ സൈഡിലൊക്കെ ഒന്ന് വരച്ചു പിടിപ്പിക്കുന്നു. അതെന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പഴയ ചിത്രങ്ങളും പഴയ മാപ്പുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. സൈഡിലൊക്കെ കുറച്ച് ഡാർക്ക് കളർ കൂടുതലും അത് അകത്തോട്ട് വരും തോറും ലൈറ്റ് കളറായിട്ട് മാറുന്നതും കണ്ടിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നടുഭാഗത്തൊന്നും ഉരക്കാൻ പാടില്ല, ഇതുപോലെ സൈഡിൽ മാത്രം ഒന്ന് ഉരച്ചു കൊടുക്കാം. അപ്പോൾ അടുത്തതായിട്ട് ഇതൊന്ന് ഉണങ്ങാനായിട്ട് വെക്കണം. അപ്പോൾ നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ മതിയാവും ഇത് ഉണങ്ങുന്നത്. അപ്പോൾ അത് ഉണങ്ങി കിട്ടുന്നത് വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അത്. അതിനുശേഷം ഇപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് അതിൻ്റെ മുകളിലൊക്കെ ആ തേയിലയുടെ പൊടിയൊക്കെ ഉണ്ട്, അതൊന്ന് തട്ടിക്കളയാം നമുക്ക്. അപ്പോൾ ഇതിൻ്റെ കളറ് ഈ കുറച്ച് മഞ്ഞ കളറാണുള്ളത്. അപ്പോൾ ഇത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സമയം ആ തേയിലയുടെ വെള്ളത്തിലിട്ട് വെച്ചാലും മതി, അല്ലെങ്കിൽ ഇതുപോലെ തേയിലയുടെ പൊടി അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി അധികം ചേർത്താലും മതി. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ട് കത്തിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് പഴയ പേപ്പറൊന്നും ഒരിക്കലും ഇതുപോലെ കറക്റ്റായിട്ട് അതിൻ്റെ സൈഡൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു മെഴുകുതിരി ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതുപോലെ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കത്തിച്ച് കൊടുക്കാം. കത്തിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കൂടുതൽ കത്താൻ പാടില്ല, ചെറുതായിട്ടൊന്ന് കത്തിയാൽ മാത്രം മതി. അതിൻ്റെ മറ്റേ ഭാഗവും നമുക്ക് ഇതേപോലെ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ 2 സൈഡും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് അധികമായി തോന്നുന്നു കത്തിച്ചത്, അതാണ് അങ്ങനെ ഒരു ശരിയായ ഓർഡറിലല്ല വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കത്തിക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം കത്തിക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം ഇതുപോലെ അതിൻ്റെ 2 മുകൾ ഭാഗത്തെ 2 ഭാഗവും ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് കത്തിച്ചു കൊടുക്കാം. അപ്പോൾ ഈ പഴയ കാലത്തെ മാപ്പുകളൊന്നും ഒരിക്കലും ഇസ്തിരിയിട്ട രീതിയിലൊന്നും ആയിരിക്കില്ല ഉണ്ടാവുക, അതൊക്കെ ചുക്കിച്ചുളിഞ്ഞൊക്കെ ആയിരിക്കും ഇരിക്കുക. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഒറിജിനാലിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ മാപ്പിനെ ഒന്ന് ചുളുക്കി കൊടുക്കാം. ചുളുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കീറാതെ നോക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ മാപ്പ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ ഇതുപോലുള്ള മാപ്പുകളൊക്കെ ഉണ്ടാക്കുന്നത് ഉപകാരമായിരിക്കാം. അപ്പോൾ ഇതിനെ കുറച്ച് കളർ കൂട്ടണമെങ്കിൽ ആ തേയിലപ്പൊടി കുറച്ചുകൂടി അധികം അതിൻ്റെ ഒപ്പം ചേർത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോകളുമായി ഇനിയും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.